നമസ്കാരം. RBS Maths അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നിർത്തിയിരിക്കുന്നത് e⁻z എന്നുള്ള ട്രാൻസ്ഫോർമേഷന്റെ പ്രോബ്ലം ആണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് W = sin z എന്നാണ് നമ്മുടെ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ W = sin z എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ എന്താണ്, പിന്നെ അതിന്റെ ബേസ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും പിന്നെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതും കൂടെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ W = sin z എന്നുള്ളതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോർമേഷനിലും കൂടുതൽ എങ്ങാനും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യുവാണ്. ആ ട്രാൻസ്ഫോർമേഷൻ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞുതരാം, അതിൻ്റെ വീഡിയോസും കൂടി ഇട്ട് തരാം. ഓക്കെ, അപ്പം ഞാൻ ഈ W = sin z എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കൂടി ഈ മോഡ്യൂൾ നിർത്തുവാണ്. ഞാൻ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ട്രാൻസ്ഫോർമേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് z+1/z ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് അത് വേണോ വേണ്ടേ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ആ വീഡിയോയും കൂടി ഇട്ട് തരാം. ഓക്കെ, എനിവേ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ W = sin z. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, ആ ട്രാൻസ്ഫോർമേഷൻ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. W എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, u+iv ആണ്. z എന്ന് പറഞ്ഞാൽ എന്താണ്, x+iy ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. sin a + b എന്തുവാണ്, sin a cos b + cos a sin b. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. sin a + b = sin a cos b + cos a sin b. ഓക്കെ, ഞാൻ ആ ഫോമുല യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്യുമ്പോൾ sin x+iy എന്നുള്ളത് sin a cos b + cos a sin b. ഓക്കെ, ഇനി നമുക്ക് എന്തറിയാം, cos iy എന്ന് പറഞ്ഞാൽ cos hy ആണെന്ന് നമുക്കറിയാം. അതുപോലെ sin iy എന്ന് പറഞ്ഞാൽ I sin hy ആണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. അപ്പം sin x × cos iy നമ്മൾ എന്ത് എഴുതും, cos hy എന്ന് എഴുതി, പ്ലസ് cos x × sin iy I sin hy എന്ന് എഴുതി. ഇപ്പം നോക്കിയ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടായി. സോ ഇക്വേറ്റിംഗ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്, LHS പാർട്ടിലെ റിയൽ പാർട്ട് u ആണ്. അപ്പോൾ u = എന്തുവാ വന്നത് ഇവിടെ, sin x cos hy ആൻഡ് v = cos x sin hy എന്ന് വന്നു. അപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ എപ്പോഴും ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോ കേസായിട്ട് എടുത്ത് സോൾവ് ചെയ്യാറാണ് പതിവ് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ കേസായിട്ട് എടുത്ത് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ കേസ് 1 എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് when x = 0. x = 0 എന്തുവാണ്, x = 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്. ഏത് പ്ലെയിനിലെ കാര്യമാണ്, ഇൻ z പ്ലെയിൻ. z പ്ലെയിനിൽ y ആക്സിസ് ആണ്. അത് നമ്മൾ എഴുതി വെച്ചു. എക്സിന് നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, യുയിലും വിയിലും. അപ്പോൾ നിങ്ങളുടെ u എന്തായി മാറും, u = sin 0 × cos hy. sin 0 എന്തുവാണ്, 0 ആണ്. സോ u = 0 എന്ന് കിട്ടി. u = 0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, v ആക്സിസിൻ്റെ ഇക്വേഷനാണ് u = 0. അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി എന്താണെന്നുള്ളത് നമുക്ക് അടുത്തതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആലോചിക്കാം. v = cos 0 × v = cos x × sin hy ആണ്. അപ്പോൾ x = 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos 0 × sin hy എന്നാവും. cos 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ v = sin hy എന്നാവുന്നുണ്ട്. നമുക്കറിയാം, we know that sin hy-ൻ്റെ വാല്യൂ എപ്പോഴും <=1 ആയിരിക്കും. sin hy-ൻ്റെ വാല്യൂ എപ്പോഴും എന്തുവാണ്, <=1 ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞുതരാവേ. sin hy എന്ന് പറഞ്ഞാൽ e⁻y - e⁻y/2 ആണ്. ഇപ്പോൾ നിങ്ങളിവിടെ വൈക്ക് എന്തെങ്കിലുമൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വാല്യൂ sin hy-ൻ്റെ വാല്യൂ എപ്പോഴും നമുക്ക് <=1 എന്നുള്ള ഫോമിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്, sin hy is always <=1. Therefore sin hy എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താണ്, v = sin hy. Therefore v <=1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ v ആക്സിസ് ആണ്, വേർ v <=1. അത് നമുക്ക് ഒന്ന് ഫിഗർ വരച്ച് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് u ആക്സിസ്, ഇത് v ആക്സിസ്. ഇപ്പോൾ ആദ്യത്തെ കേസിൽ പറഞ്ഞു u = 0. u = 0 എന്ന് പറഞ്ഞാൽ v ആക്സിസ്. അപ്പോൾ ഈ ടോട്ടൽ v ആക്സിസ് വേണം. രണ്ടാമത്തെ കേസിൽ പറഞ്ഞു v <=1. v = 1 ഇവിടെ എവിടെയെങ്കിലും വരുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് v = 1 എന്ന് പറഞ്ഞത്. അപ്പോൾ v <=1 എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോർഷൻ, ഈ താഴേക്കുള്ള പോർഷനെയാണ് v <=1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ v <=1 എന്ന് പറയുമ്പോൾ ലോവർ ഹാഫ് പ്ലെയിൻ എന്ന് പറയാം. ലോവർ ഹാഫ് പ്ലെയിൻ അതായത് v = 1ൻ്റെ താഴേക്കുള്ള ഹാഫ് പ്ലെയിൻ എന്നുള്ള. ഓക്കെ, അതപ്പോൾ ഇതെങ്ങനെ എഴുതി നിർത്തേണ്ടത്, therefore x = 0
എന്തുവാ അത് y ആക്സിസ് എവിടെയുള്ള ഇൻ z പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു ലോവർ ഹാഫ് പ്ലെയിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോംഡ് ഇൻറ്റു v ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ w പ്ലെയിൻ under w is equal to sin z. ഓക്കെ, w ഈക്വൽ ടു sin z ഇതാണ് എൻ്റെ ഇമേജ്. ഇനി നമുക്ക് എപ്പോഴും നമ്മൾ x ഈക്വൽ 0 എടുത്ത് അടുത്ത് എന്തായിരിക്കും നോർമലി എടുക്കുക y ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കേസ് 2 എന്ന് പറഞ്ഞിട്ട് yക്ക് 0 കൊടുത്ത് നോക്കാം. കേസ് 2 when y ഈക്വൽ ടു 0. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്ത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ് ആണ്. എവിടെയുള്ള എക്സ് ആക്സിസ് ആണ്? z പ്ലെയിനിലുള്ള എക്സ് ആക്സിസിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ yക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. yക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം u ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് 0. കോസ് h 0 എന്ന് പറഞ്ഞാൽ കോസ് 0 തന്നെയാണ്. അപ്പോൾ കോസ് 0 എന്തുവാണ്? 1 ആണ്. ഞാൻ എവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? യു ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട്. അതിനകത്താണ് ഞാൻ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും കൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് എഴുതിയത്. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ യു ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് സൈൻ എക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ സൈൻ എച്ച് വൈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചും പറയണം. സോ വി ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ കോസ് എക്സ് ഇൻറ്റു സൈൻ 0. സൈൻ 0 എന്ത് കുഞ്ഞുങ്ങളെ? സൈൻ 0 0 ആണ്. അപ്പോൾ വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ് ആണ്? യു ആക്സിസ് ആണ്. ഓക്കെ, വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ യു ആക്സിസ് ആണ്. ബട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈൻ എക്സ് ആണ്. യു ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. സൈൻ എക്സിൻ്റെ വാല്യൂ എപ്പോഴും എന്താ കിട്ടുക? സൈൻ പൈ ബൈ 2 എന്തുവാണ്? സൈൻ പൈ ബൈ 2 എന്ന് പറയുന്ന 1 ആണ്. ഇതേപോലെ നിങ്ങൾക്കറിയാം സൈൻ മൈനസ് പൈ ബൈ 2 എന്തുവാണ്? 1 ആണ്. സൈൻ 3 പൈ ബൈ 2 1, സൈൻ മൈനസ് 3 പൈ ബൈ 2 -1. ഓക്കെ, അതായത് സൈനിൻ്റെ വാല്യൂ കൂടിപ്പോയാൽ 1ഉം ഏറ്റവും കുറഞ്ഞത് -1. ഈ -1നും 1നും ഇടയ്ക്കാണ് എപ്പോഴും സൈൻ എക്സിൻ്റെ വാല്യൂ നിൽക്കുന്നത്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് വി നോ ദാറ്റ് എന്തുവാ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമ്മൾ എഴുതി. കാരണം നമുക്ക് അറിയുന്ന കാര്യമാണ് സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കാണ് നിൽക്കുന്നത്. സൈൻ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? യു ഈക്വൽ ടു സൈൻ എക്സ് എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ സൈൻ എക്സിന് വരെ നമുക്കിവിടെ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അത് നമ്മളൊരു ഫിഗർ വരച്ച് നോക്കുവാണെങ്കിൽ ഇത് യു ആക്സിസ്, ഇത് വി ആക്സിസ്. യു ആക്സിസ് ആണ്. വി ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ യു ആക്സിസ് ആണ്. ബട്ട് യു ആക്സിസിൽ -1 മുതൽ 1 വരെ ഉള്ള ഈ റീജിയൻ, ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? ആ ഇമേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. y ഈക്വൽ ടു 0യുടെ ഇമേജ് ആയിട്ട് കിട്ടിയത് എങ്ങനെയാണ്? therefore y ഈക്വൽ ടു 0 എക്സ് ആക്സിസ് എവിടെയുള്ളത്? ഇൻ z പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു u ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻ w പ്ലെയിൻ under w is equal to sin z. ഓക്കെ, അപ്പോൾ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു. എക്സ് ഈക്വൽ 0 എക്സ് ആക്സിസിൻ്റെ ഇമേജ് എന്താ? എക്സ് ഈക്വൽ 0 മീൻസ് വൈ ആക്സിസിൻ്റെ ഇമേജ് എന്താണെന്ന് പറഞ്ഞു. അടുത്ത് വൈ ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ ഇമേജ് എന്താണെന്ന് പറഞ്ഞു. നമുക്കിനി അടുത്ത് വേറൊരു കേസ് കൂടി എടുക്കാം. ഓക്കെ, അടുത്ത് കേസ് 3 എന്ന് പറഞ്ഞ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് കേസ് 3 when x is equal to c. നിങ്ങൾക്കറിയാം x is equal to c എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു y ആക്സിസ് എന്നൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ലൈൻ ഇൻ z പ്ലെയിൻ. z പ്ലെയിനിലുള്ള ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇമേജ് നമുക്ക് w പ്ലെയിനിൽ എന്താ കിട്ടണേന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ യു എന്തുവായിരുന്നു? യു ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ ആയിരുന്നു അല്ലേ? എക്സിന് ഈക്വൽ ടു സി എന്നുള്ള ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇതെങ്ങനെയും മാറും? യു ഈക്വൽ ടു സൈൻ സി ഇൻറ്റു കോസ് എച്ച് വൈ. നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഈ സൈൻ സി ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? ഞാൻ അതുകൊണ്ട് തന്നെ യുവിൻ്റെ താഴേക്ക് കൊണ്ടുവരുവാണ്. യു ബൈ സൈൻ സി ഇസ് ഈക്വൽ ടു കോസ് എച്ച് വൈ. ഇയാണ് ഞാൻ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇതേപോലെ വി ഈക്വൽ ടു എന്തുവായിരുന്നു? വി ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്നായിരുന്നു. ഞാനിതിനെ എക്സിന് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഈക്വൽ ടു കോസ് സി ഇൻറ്റു സൈൻ എച്ച് വൈ എന്നാവും. ഈ കോസ് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് വിയുടെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ വി ബൈ കോസ് സി ഇസ് ഈക്വൽ ടു സൈൻ എച്ച് വൈ എന്നായി. ഇക്വേഷൻ 2. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, എനിക്ക് അറിയാം കോസ് എച്ച് വൈയും സൈൻ എച്ച് വൈയും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഫോമുല നമ്മുടെ കയ്യിലുണ്ട്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെന്ന് നമുക്കറിയാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെന്നറിയാം. അത് എച്ച് ഇല്ലാണ്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതേപോലെയാണെങ്കിൽ
കോസ് എച്ച് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ എച്ച് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നും എനിക്ക് ഫോർമുല അറിയാം. അറിഞ്ഞൂടാന്നുള്ളവർ ഇതിപ്പോൾ മനസ്സിലായിക്കോളൂ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 പോലെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുമ്പോൾ നടുക്ക് സിമ്പലും മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ കോസ് എച്ച് വൈനെ സൈൻ എച്ച് വൈനെ ഞാൻ ഒരു സൈഡിലാക്കി നിർത്തിയാൽ ഇനി ഈ രണ്ട് ഇക്വേഷനെ ഒന്ന് സ്ക്വയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ എന്താ വരിക? രണ്ട് ഇക്വേഷനെ സ്ക്വയർ ചെയ്യുമ്പം യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ സി, യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ സി മൈനസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പം മൈനസ് ഇവിടുത്തെ LHS പാർട്ട് എന്താ? വി സ്ക്വയർ ബൈ കോസ് സ്ക്വയർ സി ഇസ് ഈക്വൽ ടു ഇയാളെ സ്ക്വയർ ചെയ്യുമ്പം കോസ് എച്ച് വൈൻ്റെ സ്ക്വയറിന് കോസ് എച്ച് സ്ക്വയർ വൈ മൈനസ് ഇവിടുത്തെ LHS പാർട്ട് സൈൻ എച്ച് സ്ക്വയർ വൈ. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്തുവാണ്? 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ സി മൈനസ് വി സ്ക്വയർ ബൈ കോസ് സ്ക്വയർ സി ഇസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടിയത്. ഈ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ആരെപോലെ തോന്നുന്നില്ലേ? നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ അറിയാം. എലിപ്സിൻ്റെ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സോറി, എലിപ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് ഇസെഡ് പ്ലെയിനിലെ കാര്യമല്ല. ഇതേപോലെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ യു ഉണ്ട്, വൈയുടെ സ്ഥാനത്ത് ഇവിടെ വി ഉണ്ട്. എ സ്ക്വയർ എന്നുള്ളതിന് പകരം സൈൻ സ്ക്വയർ സി, സൈൻ സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പോലെ സൈൻ. അതേപോലെ തന്നെ വി സ്ക്വയർ ബി സ്ക്വയറിൻ്റെ സ്ഥാനത്താണ് ഇവിടെ കോസ് സ്ക്വയർ സി എടുക്കുന്നത്. സോ ക്ലിയർലി ഇറ്റ് ഈസ് എ ഹൈപ്പർബോള ഇൻ ഡബ്ല്യു പ്ലെയിൻ. ഓക്കെ, ക്ലിയർലി ഇറ്റ് ഈസ് എ ഹൈപ്പർബോള ഇൻ ഡബ്ല്യു പ്ലെയിൻ. ഇത് മാത്രം നമുക്ക് വേണമെങ്കിലൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സൈൻ ഇസഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, ഹൈപ്പർബോള ഇൻ ഡബ്ല്യു പ്ലെയിൻ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഏറ്റവും അവസാനം കഥയായിട്ട് നിർത്തണ്ടേ? കഥ എങ്ങനെ എഴുതുക? ഇതിൻ്റെ ഇമേജ് ഇതാണെന്ന് പറഞ്ഞു എഴുതണം അല്ലേ? therefore എക്സ് ഇസ് ഈക്വൽ ടു സി, സ്ട്രേറ്റ് ലൈൻ ഇൻ ഇസഡ് പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് into എന്തായിട്ടാണ് മാറുന്നത്? ട്രാൻസ്ഫോംഡ് ഇൻറ്റു എ ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എഴുതിക്കോളൂ. യു സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ സി മൈനസ് വി സ്ക്വയർ ബൈ കോസ് സ്ക്വയർ സി ഇസ് ഈക്വൽ ടു 1 ഇൻ ഡബ്ല്യു പ്ലെയിൻ. ഏത് ട്രാൻസ്ഫോർമേഷനിൽ? അണ്ടർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സൈൻ ഇസഡ് എന്നുള്ള ട്രാൻസ്ഫോർമേഷനകത്ത് എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന നമ്മുടെ എന്തുവാ സ്ട്രേറ്റ് ലൈൻ്റെ ഇമേജ് നമുക്ക് അതെന്നാണ് കിട്ടുന്ന? ഒരു ഹൈപ്പർബോള എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്തായിരിക്കും ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഒബ്വിയസ്ലി എക്സ് ഈക്വൽ ടു സി എടുത്തുകൊണ്ട് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? വൈ ഈക്വൽ ടു സി ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു സി എടുത്തത് കാരണം അടുത്ത് ഞാൻ വൈ ഈക്വൽ ടു സി ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കേസ് 4 എന്ന് പറഞ്ഞിട്ട് വെൻ y ഈക്വൽ ടു സി. y ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെന്തുവാണ്? സ്ട്രേറ്റ് ലൈൻ ആണ്. ഏത് പ്ലെയിനിൽ? ഇൻ ഇസഡ് പ്ലെയിൻ. ഇതിൻ്റെ ഇമേജ് നമുക്ക് ഡബ്ല്യു പ്ലെയിനിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, y ഈക്വൽ ടു സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഞാൻ. യു ഈക്വൽ ടു എന്തോ നമ്മുടെ ഇക്വേഷൻ സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ. ഓക്കെ, അതിൽ വൈക്ക് സി കൊടുക്കുമ്പോൾ ഇതെങ്ങനെ മാറും? സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് സി. ഓക്കെ, ഈ കോസ് എച്ച് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ കോൺസ്റ്റൻറ്റിന് നമുക്ക് യുവിൻ്റെ താഴേക്ക് കൊണ്ടുവന്നാൽ യു ബൈ കോസ് എച്ച് സി ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അതേപോലെ വി ഈക്വൽ ടു എന്തായിരുന്നു? കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ ആയിരുന്നു. ഞാനിപ്പോൾ വൈക്ക് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് സി എന്നാവും. ഈ സൈൻ എച്ച് സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമുക്ക് വീട് താഴേക്ക് കൊണ്ടുവന്നാൽ വി ബൈ സൈൻ എച്ച് സി ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടി. പിന്നെ നമുക്ക് ഇക്വേഷൻ നമ്പർ കൊടുക്കാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ മാർക്ക് ചെയ്ത് നിർത്തി. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി പറഞ്ഞു. ഇവിടെ എച്ച് വന്നത് കാരണമാണ് ഞാൻ അവരെ തമ്മിൽ സ്ക്വയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? സൈൻ എക്സും കോസ് എക്സും. ഐഡൻറ്റിറ്റി നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ എഴുതിയിരിക്കുന്നുണ്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആയി പോകും. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്യുന്നത്. അപ്പോഴേക്കും RHS പാർട്ട് എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ കോസ് എച്ച് സ്ക്വയർ സി പ്ലസ് ആണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ വി സ്ക്വയർ ബൈ സൈൻ എച്ച് സ്ക്വയർ സി എന്ന് വരും. ഇസ് ഈക്വൽ ടു RHS പാർട്ട് എന്താ? LHS പാർട്ട് നമ്മൾ ചെയ്തു. RHS പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്.
സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ 1 ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതെന്താ നടുക്ക് പ്ലസ് ആണുള്ളത്. നമുക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് എന്തിൻ്റെ ഇക്വേഷൻ അറിയാം, എലിപ്സിൻ്റെ ഇക്വേഷൻ അറിയാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാണ് എലിപ്സിൻ്റെ ഇക്വേഷൻ വരുന്നത്. എക്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ യു സ്ക്വയർ കിടക്കുന്നത്. എ സ്ക്വയറിന് വരാണ് ഇവിടെ കോസ് എച്ച് സ്ക്വയർ സി കോൺസ്റ്റന്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് വി സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് വരുവാണ് സൈൻ എച്ച് സ്ക്വയർ സി അല്ലേ. അപ്പോൾ എന്തോ ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ക്ലിയർലി ഇറ്റ് ഈസ് ആൻ എലിപ്സ്. ക്ലിയർലി ഇറ്റ് ഈസ് ആൻ എലിപ്സ്. എലിപ്സ് ആണെന്ന് കിട്ടി. എവിടെയാണ്? ഇൻ ഡബ്ല്യു പ്ലെയിൻ. ഡബ്ല്യു പ്ലെയിനിൽ നമുക്ക് y ഈക്വൽ ടു സി എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ്റെ ഇമേജ് ഒരു എലിപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കഥ എഴുതി നിർത്തണ്ടേ. therefore y ഈക്വൽ ടു സി ഇൻ z പ്ലെയിൻ, സ്ട്രേറ്റ് ലൈൻ ഇൻ z പ്ലെയിൻ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു എന്തായിട്ട്? എലിപ്സ് ആയിട്ട് മാറും. എലിപ്സിൻ്റെ ഇക്വേഷൻ കൂടെ അതിന് u square by cos h square c plus v square by sin h square c equal to 1 in w plane under w is equal to sin z. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ സെറ്റ് ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ 4 കണ്ടീഷനും എഴുതിയിട്ടായിരിക്കും നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈനസിഡ് എന്നുള്ള പ്രോബ്ലം തീർന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ പറയട്ടെ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ലൈൻസ് x is equal to plus or minus pi by 2 under the mapping w is equal to sin z. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഓർ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഫൈൻഡ് ദ ഇമേജ് ഓഫ് minus pi by 2 less than or equal to x less than or equal to pi by 2 under w is equal to sin z. അങ്ങനെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടും ഡിഫറെൻ്റ് ആണ്. എക്സ് മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എന്ന് പറയുമ്പോഴേക്കും എന്തുവാ നമ്മുടെ ഫിഗർ വരുന്നത് ഇങ്ങനെയാണ്. മൈനസ് പൈ ബൈ 2 എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് ആയിരിക്കും, പൈ ബൈ 2 എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് ആയിരിക്കും. ഇതിനിടയ്ക്കുള്ള ഇതിൻ്റെ ഇമേജ്, ഈ സ്ട്രിപ്പിൻ്റെ ഇമേജ് ഡബ്ല്യു പ്ലെയിനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മറ്റേത് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2ഉം എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്ട്രിപ്പ് എന്നില്ല. എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ആകുമ്പോൾ ഈ ലൈൻ അതിൻ്റെ ഇമേജും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ആകുമ്പോഴുള്ള ഇമേജ് എന്തുവാണ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല്യു ഈക്വൽ ടു 1/z. സെയിം. ഓക്കെ, നമുക്ക് സെയിം രീതിയിലാണ് ചെയ്യാം. നമുക്ക് ചെയ്യാമോ? നമുക്ക് എന്തായാലും ആദ്യം എന്താ അറിയാം. അണ്ടർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സൈൻ z, റിയൽ പാർട്ട് ഇമേജിനറി പാർട്ടും എന്തുവാണ്? യു ഇസ് ഈക്വൽ ടു എന്തുവാ? യു ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ and v equal to cos x into sin hy. നമ്മൾ ആദ്യം അത് എഴുതി വെച്ചു. ഇനി നമുക്ക് ആദ്യം when x is equal to minus pi by 2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എക്സിന് മൈനസ് പൈ ബൈ 2 കൊടുക്കുവാണെങ്കിൽ ഇതെങ്ങനെ മാറും? u equal to sin of minus pi by 2 into cos hy. അപ്പോഴേ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താണ്? സൈൻ ഓഫ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ പൈ ബൈ 2 ആണ്. സൈൻ പൈ ബൈ 2 എന്തുവാണ്? സൈൻ പൈ ബൈ 2 ഈക്വൽ ടു 1 ആണ്. അപ്പം മൈനസ് സൈൻ പൈ ബൈ 2 എന്ന് പറയുമ്പോഴേക്കും അത് -1 ആണ് വരുന്നത്. -1 ഇൻറ്റു കോസ് എച്ച് വൈ. അപ്പം യു ഈക്വൽ ടു മൈനസ് കോസ് എച്ച് വൈ എന്ന് കിട്ടി. അതിനാണ് നമ്മൾ നിർത്താം. നമുക്ക് വി ഈക്വൽ ടു എന്തുമായിട്ട് മാറും? വി ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു, അപ്പോൾ കോസ് പൈ ബൈ 2 ഇൻറ്റു സൈൻ എച്ച് വൈ. നമുക്ക് നന്നായിട്ട് അറിയാം കോസ് പൈ ബൈ 2 എന്തുവാണ് കുഞ്ഞുങ്ങളെ? കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ കോസ് പൈ ബൈ 2 0 ആകുമ്പോൾ ഇതെന്താ? വി ഈക്വൽ ടു 0 ആയി. വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? യു ആക്സിസ് ആണ് അല്ലേ. നമുക്ക് ഈ മൈനസിനെ കൂടെ അപ്പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോസ് എച്ച് വൈൻ്റെ വാല്യൂ എപ്പോഴും എന്താന്ന് പറഞ്ഞിട്ടെ. കോസ് എച്ച് വൈ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു വൈ പ്ലസ് ഇ റേസ് ടു മൈനസ് വൈ ബൈ 2 ആണ്. ഇപ്പം നമ്മളിവിടെ എന്തുവാ ഈ വൈക്ക് 0 കൊടുത്താൽ പോലും ഇ റേസ് ടു 0 1 പ്ലസ് 1/2 എന്നാണ് വേണം. അപ്പം 2/2 1. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും കോസ് എച്ച് വൈൻ്റെ വാല്യൂ. വി നോ ദാറ്റ്
cos hy is always greater than or equal to 1. നമുക്കിവിടെ ഉള്ള ആളാരാ മൈനസ് കോസ് എച്ച് വൈ. സോ ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ആണ്. സോ മൈനസ് കോസ് എച്ച് വൈ എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇൻഇക്വാലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റി എന്തായി മാറണം? റിവേഴ്സ് ചെയ്യണം. ഈ മൈനസ് സൈൻ മൾട്ടിപ്ലൈ ചെയ്ത് കാരണം. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നായി. മൈനസ് കോസ് എച്ച് വൈ എന്ന് പറഞ്ഞാൽ എന്താ? യു ഈക്വൽ ടു ആണ് മൈനസ് കോസ് എച്ച് വൈ. സോ ഇവിടെ എന്ത് ചെയ്താൽ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഓക്കെ, നമുക്കതിൻ്റെ ഇമേജ് കിട്ടിയല്ലോ. എക്സ് ഇസ് ഈക്വൽ ടു -π/2 എന്ന് പറയുന്ന ആളുടെ ഇമേജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അതായത് ഫിഗർ വരച്ച് നോക്കുവാണെങ്കിൽ എന്താ -1 യു ആക്സിസ് വരുന്ന ഇവിടെയാണ്. അവിടെ വരുന്ന ലൈൻ ഇതാ. ഇതിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഇങ്ങോട്ടേക്കുള്ള ഇമേജ്. ഓക്കെ, ഇത് യു ആക്സിസും ഇത് വി ആക്സിസും ആണ്. Therefore, x equal to -π/2 in z plane is transformed into u less than or equal to -1 in w plane under w is equal to sin z. Okay. അടുത്ത നമുക്ക് x equal to -π/2 അല്ലേ ആയുള്ളൂ. ഇതേപോലെ എക്സിന് വെൻ x is equal to π/2 കൂടെ കൊടുക്കാം. വെൻ x is equal to π/2, എക്സിന് π/2 കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ u എങ്ങനെയായി മാറും? u equal to u എന്താ നിങ്ങളോട് എഴുതി വെച്ചിരിക്കുന്നത്? u equal to sin x into cos hy എന്നാണ്. ആൻഡ് v equal to cos x into sin hy എന്നാണ്. അപ്പോൾ അത് രണ്ടിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. സോ u equal to sin π/2 into cos hy. sin π/2 എന്താണ്? 1 ആണ്. സോ u equal to cos hy എന്ന് കിട്ടി. ആൻഡ് v equal to നോക്കിക്കേ cos π/2 into sin hy. cos π/2 എന്താ നിങ്ങളെ? 0. അപ്പോൾ v equal to 0 എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ് ആണ്? യു ആക്സിസ് ആണ്. കഴിഞ്ഞിട്ടില്ല യു ആക്സിസിനകത്ത് എന്ത് പറയുന്നുണ്ട്? u equal to cos hy. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? cos hy ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. cos hy ക്ക് വരെ കൊടുക്കേണ്ട സിമ്പൽ u ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Therefore, x is equal to π/2 in z plane is transformed into u greater than or equal to 1 in w plane under w is equal to sin z. Okay, അങ്ങനെ എഴുതി നിർത്തിയാലേ കഥ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ x equal to π/2 എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ w പ്ലെയിൻ വരച്ചാൽ, ഇത് യു ആക്സിസ് ഇത് വി ആക്സിസ് എന്ന് വരച്ചാൽ u equal to 1 എന്ന് പറയുന്ന ലൈൻ ഇതാണ് u equal to 1. അപ്പോൾ u greater than or equal to 1 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള ഈ പോർഷൻ. അപ്പോൾ ഇതാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഈ രണ്ട് സ്ട്രിപ്പിന് ഇടയ്ക്ക് ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു വരണം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു ക്വസ്റ്റനാണ് നമ്മൾ എഴുതണമെങ്കിൽ എങ്ങനെ ഏറ്റവും അവസാനം എടുത്ത് എഴുതേണ്ടത്? Therefore, -π/2 less than or equal to x less than or equal to π/2 in z plane is transformed into എന്താവും? transformed into u less than or equal to -1 and u greater than or equal to 1 in w plane under w is equal to sin z. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇമേജ്, ഇതിൻ്റെ ഇമേജ് ഒന്ന് വരച്ച് കാണിച്ചേട്ടെ. അതിൻ്റെ ഇമേജ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് യു ആക്സിസും ഇത് വി ആക്സിസും. അപ്പോൾ u equal to -1 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. u equal to -1, u equal to 1 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. u greater than or equal to 1 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള പോർഷൻ. അതുപോലെ u less than or equal to -1 എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്കുള്ള പോർഷൻ. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഇമേജ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? w equal to sin z എന്ന് കൊടുത്തപ്പോൾ ആ സ്ട്രിപ്പ് പോയിട്ട് ബാക്കിയുള്ളതായി എന്നുള്ള രീതിയിൽ കിട്ടി. കണ്ടോ? ഇതാണ് എൻ്റെ ഇമേജ്. അതായത് എപ്പോൾ മാത്രം ഇത് അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇതുപോലെ എഴുതി നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ x equal to π/2 x equal to -π/2 എന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ എഴുതി നിർത്തിയിരുന്നാൽ മതി. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെനിക്ക് തോന്നുന്നു രണ്ടും ചോദിച്ചിട്ടില്ല. +or-π/2 ആയിരുന്നില്ല ചോദിച്ചത്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് x is equal to π/2 അണ്ടർ ദ മാപ്പിംഗ് w equal to sin z എന്നുള്ളത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ sin z എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാനിവിടെ നിർത്തുവാണേ. നമുക്കിനി ഒരു ടോപ്പിക് കൂടെ എൻ്റെ ബാക്കിയുണ്ട്. അതാണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഇൻവേരിയൻറ്റ് പോയിന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് 2 പോയിന്റ്സ് ഇതുപോലെ പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് പഠിച്ചു. ഇപ്പോൾ എന്താ പഠിക്കുന്ന പോയിന്റാണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമുക്ക് w equal to f of z എന്നൊരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിൽ w-ന് പകരം z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് z-ൻ്റെ വാല്യൂ, ഫിക്സഡ് പോയിന്റ്സ് ആർ ദോസ് വാല്യൂസ് ഓഫ് z ഇൻ വിച്ച് z is equal to f of z. അതായത് w-ന് പകരം z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് z-ൻ്റെ വാല്യൂ സോൾവ് ചെയ്ത് z-ൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അതേസമയം ക്രിട്ടിക്കൽ
പോയിന്റ് ഞാൻ പറഞ്ഞെന്ന് ഓർപ്പുണ്ടല്ലോ. എഫ് ഓഫ് ഇസഡ് എന്നൊരു ഫംഗ്ഷൻ തന്ന് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പോയിന്റിൽ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യും, ആ പോയിന്റിൽ ഇസഡിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് എക്സാമിന് ചോദിക്കാറുണ്ട്, നമുക്കിപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളതുകൊണ്ട് ഇത് ചോദിക്കാൻ പ്രതീക്ഷിക്കാം നമുക്ക്. ഫൈൻഡ് ഇൻവേരിയൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ ഫിക്സഡ് പോയിന്റ് എന്ന് തന്നെ പറയണമെന്നില്ല, ഫൈൻഡ് ഇൻവേരിയൻറ്റ് പോയിന്റ് എന്നും പറയാം. ഇൻവേരിയൻറ്റ് പോയിൻറ്റ്സ് ഓഫ് W is equal to 6z minus 9 by z. ഓക്കെ, നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, W എന്നുള്ളതിന് പകരം z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ z is equal to 6z minus 9 by z. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. z ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം z square is equal to 6z minus 9 or z square minus 6z plus 9 is equal to 0. That is z minus 3 the whole square is equal to 0. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ. അപ്പോൾ z ൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. z is equal to 3,3. Therefore fixed points are the fixed points are z is equal to 3,3. കഴിഞ്ഞു. അത്ര എളുപ്പമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. ഫൈൻഡ് ഫിക്സഡ് പോയിന്റ്. ആദ്യം ഞാൻ ഇൻവാരിയൻറ്റ് പോയിന്റ് എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഫൈൻഡ് ഫിക്സഡ് പോയിന്റ് ഓഫ് W is equal to 1 plus z by 1 minus z. ഓക്കെ, എന്താ എളുപ്പമല്ലേ? ഫിക്സഡ് പോയിന്റ് എന്നല്ലെങ്കിൽ ഇൻവേരിയൻറ്റ് പോയിന്റ് എന്ന് ചോദിച്ചാൽ W വരെ z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z is equal to 1 plus z by 1 minus z. നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും, z ഇങ്ങോട്ടേക്ക് 1 minus z പോകുമ്പം z into 1 minus z is equal to 1 plus z എന്ന് വരും. z അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ z minus z square is equal to 1 plus z എന്ന് വരും. ഓക്കെ, നമുക്ക് ഈ z സ്ക്വയർ മൈനസ് പ്ലസ് z കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ മൈനസ് z സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് z സ്ക്വയർ എന്നാവും. z അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് z എന്നാവും. ഓൾറെഡി അവിടെ ഒരു 1 plus z കൂടെ ഉണ്ടായിരുന്നു. സോ ഈക്വൽ ടു 0. മൈനസ് z പ്ലസ് z പോയി. ബാക്കി എന്താ, z സ്ക്വയർ പ്ലസ് 1 is equal to 0 or z square is equal to minus 1, z equal to plus or minus I. Therefore the fixed points are z is equal to I, minus I. Answer complete. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഫൈൻഡ് ക്രിട്ടിക്കൽ പോയിന്റ് ആൻഡ് ഇൻവേരിയൻറ്റ് പോയിന്റ് ഓഫ് W is equal to 1 by z into 1 by 2 into എന്നാണ്, 1 by z എന്നല്ല, 1 by 2 into z plus 1 by z. ഓക്കെ, ഞാൻ ആദ്യം എന്താ ഫൈൻഡ് ചെയ്യാൻ പോണേ, ക്രിട്ടിക്കൽ പോയിന്റ് ആണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പോണേ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഓർമ്മയുണ്ടോ? ഒരു ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് z ൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എടുത്ത് ചെയ്താൽ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു നമുക്ക് അതെന്താ ഉള്ളത്, ഇസഡ് പ്ലസ് 1 by ഇസഡ്. ഞാനിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണം, എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. സോ അതിനുവേണ്ടി ഞാൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഫൈൻഡ് ചെയ്യണം. 1 by 2 അവിടെ തന്നെ നിന്നോട്ടെ. ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. 1 by ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by ഇസഡ് സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇനി എന്താ വേണ്ടത്, ക്രിട്ടിക്കൽ പോയിന്റ് എങ്ങനെ കിട്ടും, എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 implies 1 by 2 into 1 minus 1 by z square is equal to 0. ഈ 1 by 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അതങ്ങ് പോകും. ബാക്കി എന്തായുള്ള 1 by 1 minus z square is equal to 1 minus 1 by z square is equal to 0. That is 1 by z square is equal to 1. ഈ മൈനസ് 1 by z square ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്കുണ്ട്. ഇനി ഈ z square അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z square is equal to 1 എന്നാവും. ഈ z square ഇപ്പുറത്തേക്ക് പോയതാണ് നിങ്ങളെ അടുത്ത്. അപ്പോൾ z is equal to എന്തുവാണ്, പ്ലസ് ഓർ മൈനസ് 1. Therefore the critical points are z equal to 1, minus 1. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 1 ആണ്, ഐ അല്ല. ഇവിടെ ഒരു കുത്ത് അറിയാണ്ട് വന്നു പോയതാണേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്താ അടുത്ത് ഫൈൻഡ് ചെയ്യാനുള്ളത്, അടുത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഇൻവേരിയൻറ്റ് പോയിന്റ്. അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഫിക്സഡ് പോയിന്റാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിക്സഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു കണ്ടീഷൻ, ഫിക്സഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നിരിക്കുന്നതിൽ ഡബ്ല്യുവിന് പകരം ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇസഡ് പ്ലസ് 1 by ഇസഡ്. ഓക്കെ, ഞാനിവിടെ ഒന്ന് എൽ സി എടുക്കട്ടെ. 2നെ അതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 ഇസഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എൽ സി എടുക്കുമ്പോൾ ഇസഡ് സ്ക്വയർ പ്ലസ് 1 by ഇസഡ് എന്ന് വന്നു. ഇനി ഇസഡിനെ കൂടി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് 1 അല്ലേ. ഈ ഇസഡ് സ്ക്വയർ കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, 2 ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാവും. ഓർ ഇസഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. Therefore the fixed points are z is equal to 1, minus 1. അപ്പം പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിച്ചോളേ, നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ
തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് ഇസഡിൻ്റെ വാല്യൂ. ഫിക്സഡ് പോയിന്റ് എന്നാണ് പറയുന്നതെങ്കിൽ എന്താ, തന്നിരിക്കുന്ന ഡബ്ല്യൂവിന് പകരം ഇസഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇസഡിൻ്റെ വാല്യൂ സോൾവ് ചെയ്ത് ഇസഡിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഈ പ്രോബ്ലത്തിൽ രണ്ടും സെയിം ആൻസർ ആയതാണ്. എപ്പോഴും ഇങ്ങനെ സെയിം ആൻസർ വരണേ എന്നതിന് അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് നിങ്ങളുടെ ടോപ്പിക്ക് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ KTU ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് സോൾവ് ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഞാനൊന്ന് നിങ്ങൾക്ക് ഒന്ന് ഓർഡർ ആക്കി തരികയും കൂടെ ചെയ്യാം. ഓക്കെ.